സ്ലീഹാകാരം 5-ാം വ്യാഴം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജെറുസലേമിന്റെ ശാപം. പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ എപ്രകാരം ചിറകുകൾക്കുള്ളിൽ കാത്തു സൂക്ഷിച്ചുവോ അപ്രകാരമാണ് കർത്താവായ ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ശത്രുകരങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു പോന്നത്. ഒന്നിനു പുറകെ ഒന്നായി അവരെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാൻ വീണ്ടും വീണ്ടും അവിടുന്ന് തന്റെ ദൂതരെ അയച്ചു. പക്ഷേ അവരെ ഓരോരുത്തരെയും അവർ ശത്രുക്കളായി പരിഗണിക്കുകയും ഈ ലോകത്തു നിന്ന് തന്നെ നിഷ്കാസിതരാക്കുകയും ചെയ്തു. തന്റെ വിധിയും വ്യത്യസ്തമല്ലെന്ന് ഇന്ന് പ്രഖ്യാപിക്കുകയാണ് യേശു. ദൈവം നിശ്ചയിച്ച ആ സമയത്തിന് ഇനിയും 3 ദിവസം കൂടെ ബാക്കിയുണ്ടെന്ന് ഹെറോദോസിനെ അറിയിക്കാൻ ഒട്ടും മയമില്ലാതെയാണ് ഫരിസേയരോട് യേശു പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനും ദൈവം വരച്ചുവെച്ച ഒരു ആയുർരേഖയുണ്ട്. പക്ഷേ ആ സമയം ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. അതിനാൽ ആ സമയത്തെ എതിരേൽക്കാൻ എപ്പോഴും നാം ഒരുങ്ങി കാത്തിരിക്കണം. ഇസ്രായേലിന് നൽകിയ പോലെ മാനസാന്തരത്തിനായി അനേകം അവസരങ്ങൾ നമുക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നാം ഓരോരുത്തരുമാണ് പുതിയ ഇസ്രായേൽ. പാപത്തിൽ നിബന്ധിച്ചാൽ മാനസാന്തരത്തിനായി സഭാഗാത്രത്തിലൂടെ പ്രത്യേക ചില സംവിധാനങ്ങൾ ദൈവം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റുകൾ സംഭവിച്ചാൽ അനുതപിച്ച് അനുരഞ്ജന കൂദാശയിലൂടെ വീണ്ടും പുനരൈക്യപ്പെടാൻ ദൈവം നമ്മെ കാത്തിരിക്കുകയാണ്.